ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് കപ്പ വളർത്തുന്നത് എങ്ങനെ നോക്കിയാലോ, തനി നാടൻ സ്റ്റൈലിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം അതിന് വേണ്ടി ഞാനിതാ കപ്പൊക്കെ നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അല്ലാതെ ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒന്നും കൂടി കഴുകിയിട്ട് നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതോടെ വീണ്ടും കഴുകിങ്ങാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 വിസിലടുപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് ആവശ്യത്തിന് വേവായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്കുള്ള ചതവ് നോക്കാം. അപ്പം ഞാനൊരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 10-12 ചെറിയുള്ളി, ഒരു 8 വെളുത്തുള്ളി, ഒരു കറിവേപ്പിലേൻ്റെ തണ്ടും കൂടി ഇട്ടുകൊണ്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിലാക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്നിങ്ങനെ പൊട്ടി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ല ആ വറ്റൽമുളകും ചെറുള്ളിയും വെളുത്തുള്ളീൻ്റെ മിക്സും ഉണ്ടല്ലോ, അതൊന്നിട്ട് കൊണ്ട് നമുക്ക് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ല കപ്പ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും വിധം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.